കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, അതായത് 2021 തൃശൂർ മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കാൻ സുരേഷ് ഗോപിയോട് കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചപ്പോഴും ഇപ്പോഴത്തെ കേന്ദ്രമന്ത്രി സ്ഥാനമെന്ന പോലെ ആദ്യഘട്ടത്തിൽ ഒഴിഞ്ഞു മാറാനാണ് തയ്യാറായത്. എതിർ സ്ഥാനാർത്ഥി കോൺഗ്രസിലെ പത്മജ വേണുഗോപാലാണെന്നറിഞ്ഞതോടെ സുരേഷ് ഗോപി താൽപ്പര്യക്കുറവെന്ന് കേന്ദ്ര നേതൃത്വത്തെ അറിയിക്കുകയായിരുന്നു. കെ കരുണാകരൻ്റെ കാലം തൊട്ട് പത്മജയുമായുള്ള സൗഹൃദത്തിന് വിള്ളൽ വീഴാതിരിക്കാനുള്ള മുൻകരുതലായിരുന്നു ഈ ഒഴിഞ്ഞുമാറ്റം. എന്നാൽ കേന്ദ്ര നേതൃത്വം അയയാതിരുന്നതോടെ സുരേഷ് ഗോപിക്ക് സ്ഥാനാർത്ഥിയാകേണ്ടി വന്നു. തുടർന്ന് പൊരുതി തോറ്റു. ഇത്തവണ പത്മജ BJP-യായി സുരേഷ് ഗോപിക്കൊപ്പം നിന്നു. പത്മജയുടെ സഹോദരൻ മുരളീധരൻ എതിർ സ്ഥാനാർത്ഥിയുമായി നേരിട്ടുള്ള അംഗത്തിൽ മുരളീധരനെ ദയനീയമായി തോൽപ്പിച്ച് മിന്നും വിജയം നേടിയ സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രിസ്ഥാനമാണ് കേന്ദ്ര നേതൃത്വം തളികയിൽ വെച്ച് നീട്ടിയിരിക്കുന്നത്. എന്നാൽ വേണ്ടെന്ന നിലപാടിലായിരുന്നു സുരേഷ് ഗോപി. കേന്ദ്രമന്ത്രി എന്ന നിലയിലുള്ള തിരക്കുകൾ തൻ്റെ സിനിമാ കരിയറിനെ ബാധിക്കുമോ എന്ന ആശങ്കയാണ് സുരേഷ് ഗോപി പങ്കുവച്ചത്. നിലവിൽ മമ്മൂട്ടി കമ്പനിയുടെ അടക്കം സിനിമകളിൽ സുരേഷ് ഗോപി അഭിനയിക്കാമെന്ന് ഏറ്റിട്ടുണ്ട്. അതേസമയം കേരളത്തിൽ താമര വിരിഞ്ഞതിലുള്ള സന്തോഷമാണ് ഇന്നലെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ നടന്ന BJP ഭാരവാഹി യോഗത്തിൽ പങ്കുവച്ചത്. ഇരു മുന്നണികളും ഒന്നിച്ചെതിർത്തിട്ടും പൊൻതാമരയായി വിരിഞ്ഞ സുരേഷ് ഗോപിക്ക് അഭിനന്ദന പ്രവാഹമുണ്ടായി. രണ്ടാം മോദി സർക്കാരിൽ രാജ്യസഭാംഗങ്ങളായ 2 മലയാളികളാണ് ഉൾപ്പെട്ടിരുന്നത്. IT വകുപ്പിൻ്റെ ചുമതലയുണ്ടായിരുന്ന രാജീവ് ചന്ദ്രശേഖർ, വിദേശകാര്യ സഹമന്ത്രിയായിരുന്ന V മുരളീധരൻ, രണ്ടുപേരും ഇത്തവണ ലോക്സഭയിലേക്ക് കേരളത്തിൽ നിന്ന് മത്സരിച്ച് പൊരുതി തോറ്റു. ജയിച്ച ഏക അംഗം സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണമെന്ന് മോദിക്ക് പ്രത്യേക താൽപ്പര്യമുണ്ട്. സഖ്യകക്ഷികൾക്ക് സീറ്റുകൾ വിട്ടുകൊടുക്കേണ്ട സാഹചര്യത്തിൽ മറ്റ് 2 പേരെ കൂടി ഉൾപ്പെടുത്താൻ സാധ്യത കുറവുമാണ്. കരിയറിൻ്റെ മികച്ച സമയത്ത് സിനിമകൾ ഒഴിവാക്കി കേന്ദ്രമന്ത്രിയുടെ തിരക്കുകളിലേക്ക് മാറാൻ സുരേഷ് ഗോപിക്ക് ഒട്ടും താൽപ്പര്യമില്ലെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വമെന്ന പോലെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വരുമെന്ന ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. അദ്ദേഹത്തിന് ക്യാബിനറ്റ് പദവി തന്നെ നൽകാനുള്ള സാധ്യതയുമുണ്ട്. സിനിമാ നടൻ എന്ന നിലയിലും കേരളത്തിൻ്റെ പ്രത്യേക സാഹചര്യവും പരിഗണിച്ചും സാംസ്കാരിക ടൂറിസം വകുപ്പുകൾ അദ്ദേഹത്തിന് ലഭിച്ചേക്കുമെന്ന അഭ്യൂഹങ്ങളുണ്ടെങ്കിലും ഇക്കാര്യങ്ങളിലെല്ലാം അവസാന നിമിഷം വരെ അതീവ രഹസ്യമായി വയ്ക്കുന്ന BJP-യുടെ പതിവ് ശൈലിയും ഇത്തവണയും മാറ്റമില്ല. താമര വിരിഞ്ഞതുപോലെ തന്നെ BJP നേതൃത്വത്തിന് പ്രധാനമാണ് വാടാതെ നിലനിർത്തുക എന്നത്. സിനിമാ നടനെന്ന പരിഗണനയ്ക്കപ്പുറം സുരേഷ് ഗോപി ഇതിനകം ചെയ്തിട്ടുള്ള ചാരിറ്റി പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ വിജയത്തിന് പ്രധാന ഘടകമായിട്ടുണ്ട്. MP, കേന്ദ്രമന്ത്രി തുടങ്ങിയ പരിമിതികളിൽപ്പെട്ട് ഇതിന് സാധിക്കാതെ വരുമോ എന്ന ആശങ്കയും അദ്ദേഹത്തിന് ഒപ്പമുള്ളവർ പങ്കുവയ്ക്കുന്നു. സംസ്ഥാന അധ്യക്ഷനും കേന്ദ്രമന്ത്രിമാരും പരാജയം രുചിച്ച സാഹചര്യത്തിൽ തന്നെയാണ് സുരേഷ് ഗോപി മികച്ച വിജയം നേടി സംസ്ഥാനത്തെ ആദ്യ BJP ലോക്സഭാംഗമായത്. ഈ സാഹചര്യത്തിൽ BJP സംസ്ഥാന ഘടകവുമായി ബന്ധപ്പെട്ട നിർണായക തീരുമാനങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ നിലപാടും അഭിപ്രായവും കേന്ദ്ര നേതൃത്വം പരിഗണിക്കുമെന്നുറപ്പാണ്. BJP ദേശീയ അധ്യക്ഷൻ്റെ കാലാവധി പൂർത്തീകരിച്ച JP നദ്ദ കേന്ദ്രമന്ത്രിസഭയിലേക്ക് എത്തുന്നതോടെ പുതിയ പ്രസിഡന്റിനെ കണ്ടെത്തേണ്ടതുണ്ട്. അതേസമയം തന്നെ കേരളത്തിലും പുതിയ അധ്യക്ഷനെ കണ്ടെത്തണം. ഇക്കാര്യത്തിലും സുരേഷ് ഗോപിയുടെ മനസ്സിലിരിപ്പിനും പ്രാധാന്യമേറെ. ക്രിസ്ത്യൻ വോട്ടുകൾ വലിയ തോതിൽ BJP-യിലേക്ക് ഒഴുകിയതോടെയാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപിയുടെ വിജയം അനായാസമായത്. പ്രചാരണഘട്ടത്തിൽ ലൂർദ് മാതാവിന് സ്വർണ്ണക്കിരീടം സമർപ്പിച്ച സുരേഷ് ഗോപി ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരുമായി നല്ല ബന്ധം തുടർന്നും സൂക്ഷിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്നൊരു നേതാവ് സംസ്ഥാന പ്രസിഡന്റ് ആവട്ടെ എന്ന തീരുമാനമുണ്ടായാൽ ദേശീയ സെക്രട്ടറി അനിൽ ആന്റണിക്ക് സാധ്യത തെളിയും. വോട്ട് ശതമാനം കുത്തനെ ഉയർത്തി പത്തനംതിട്ടയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച അനിലിന് സംസ്ഥാന തലത്തിൽ ശക്തമായ ഗ്രൂപ്പുകൾക്ക് അതീതമായി പ്രവർത്തിക്കാൻ സാധിക്കുമെന്നും നേതൃതലത്തിൽ കരുതുന്നവരുണ്ട്. മാത്രമല്ല തൃശൂർ മാതൃകയിൽ ക്രിസ്ത്യൻ പിന്തുണ ഉറപ്പാക്കി
ഗോവയിലേതുപോലുള്ള രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെടുത്താനാണ് കേന്ദ്ര നേതൃത്വം ഏറെക്കാലമായി ശ്രമിച്ചു പോരുന്നത്. ഈ ഒരു ഫോർമുല സുരേഷ് ഗോപി വിജയകരമായി നടപ്പാക്കിയതിൽ കേന്ദ്ര നേതൃത്വം ഏറെ സംതൃപ്തിയിലുമാണ്. സംസ്ഥാനത്ത് നിന്നുള്ള BJP ലോക്സഭാംഗമായെങ്കിലും നിലവിലെ നേതൃത്വങ്ങളുമായി ഇഴുകിച്ചേരാതെ സ്വന്തമായ പ്രവർത്തന ശൈലി തന്നെ പിന്തുടരാനാണ് സുരേഷ് ഗോപി തുടർന്നും തയ്യാറാവുക എന്നും ഉറപ്പാണ്. കേന്ദ്രമന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടാൽ വി മുരളീധരൻ സംസ്ഥാനത്ത് കേന്ദ്രീകരിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിന് കളമൊരുക്കാനാണ് സാധ്യത.